പൊതുവെ കുട്ടികളിൽ കാണുന്ന ഒരു ചെറിയൊരു പ്രശ്നമാണ് ബേസിക് മാത്സ്, അതായത് സൈനുകൾ വരുമ്പം എന്ത് ചെയ്യണം, ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഏത് സൈന് കൊടുക്കണം, പ്ലസ് കൊടുക്കണോ മൈനസ് കൊടുക്കണോ, അങ്ങനത്തെ കൺഫ്യൂഷൻസ് വരുന്നത്. അത് ചില ബേസിക് മാത്സിൽ ചെറിയൊരു പ്രശ്നം വരുന്നത് കൊണ്ടാണ്. സോ അത് കറക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബേസിക് മാത്സിൻ്റെ സീരീസാണ്. സോ ബേസിക് മാത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലായിരുന്നത് എന്തായിരിക്കും, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ആയിരിക്കും. സോ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അഡിഷനും സബ്ട്രാക്ഷനുമാണ് ഈ ഒരു വീഡിയോയിൽ. സൈനുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ. സോ ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ളത് പറയാൻ പോകുന്നത് അഡിഷൻ ആണ്. നിങ്ങൾക്ക് അറിയുന്ന അഡിഷൻസ് തന്നെയാണ്. 2 + 2 എത്രയാണ്, 4 ആണ്. സോ അങ്ങനത്തെ ബേസ് ഒന്നിനും ചമ്മല വിചാരിക്കരുത്, ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്. സോ 2 + 2 4, 10 + 5 എത്രയാണ് 15, 20 + 40 എത്രയാണ്, ആഡ് ചെയ്ത് നോക്കി 68. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ ആഡ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ആഡ് ചെയ്യുക, ഒരു ചമ്മൽ നോക്കണ്ട, ഇങ്ങനെ തന്നെ ആഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഇനി അടുത്തത് 6 - 3 എത്രയാ 3, 25 - 12 എത്രയാ 25 - 12, 5 - 2 3 ആണ്, 2 - 1 1 ആണ്. സോ 13 ആണ് ഇവിടെ. 100 - 43 എത്രയാ 100 - 43 എന്ന് പറയുമ്പം 100 ഇവിടെ ഇല്ല, അപ്പം ഇത് ഇങ്ങോട്ട് എടുത്തു 9 10. ഓക്കെ. 10 - 3 7 ആണ്, 9 - 4 5 ആണ്. സോ ആൻസർ 57. സോ ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ പോവുക. സോ സ്പീഡ് കിട്ടും അങ്ങനെ ഒന്നും വിചാരിക്കരുത്, കാൽക്കുലേറ്റ് തന്നെ ചെയ്യാം. ഓക്കെ. സോ ഇനി പറയാനുള്ളത് സൈൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ്. സോ പ്ലസും വന്നാൽ ആഡ് ചെയ്യണം, മൈനസും വന്നാൽ ആഡ് ചെയ്യണം, പക്ഷേ മൈനസിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇനി പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്യുക, എന്നിട്ട് ആരാണോ വലുത്, ഏത് നമ്പറാണോ വലുത് ആ വലിയ നമ്പറിൻ്റെ സൈൻ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. അടുത്തത് മൈനസും പ്ലസും വന്നാൽ അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ആരാണോ അതിൽ വലുത്, ഏത് നമ്പറാണോ വലുത് ആ നമ്പറിൻ്റെ സൈൻ ഇനി പ്ലസ് ആണെങ്കിൽ +1 അല്ലെങ്കിൽ +10 ആണെങ്കിൽ +10 എന്നിടുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. സോ ഒരേ തന്നെ വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം ഇതിലുള്ള കൺഫ്യൂഷൻസ് മാറാണ്. സോ 10 + 10 എത്രയാ 20 അല്ലേ. 10 - 10 എത്രയാ 10 - 10 എന്ന് പറയുമ്പം 0. -10 + 10 എന്ന് പറയുമ്പോൾ എന്താ, മൈനസും പ്ലസും വന്നു, ഇതിൻ്റെ സൈന് പ്ലസ് അല്ലേ. സോ മൈനസും പ്ലസും വന്നാൽ എന്താ ചെയ്യേണ്ടത്, മൈനസ് ചെയ്യണം. ഇപ്പം 10 - 10 എത്രയാണ് 0. എന്നിട്ട് ഇതിൽ 0ക്ക് സൈൻ ഇല്ല, പക്ഷേ ഇതിൽ ആരാണ് വലുത് നോക്കുക. സോ രണ്ടാളും സെയിം ആയതുകൊണ്ട് പ്രശ്നമില്ല, 0 ആയതുകൊണ്ട്. ഇനി വലുതാണെങ്കിൽ ഉള്ളത് അടുത്ത പ്രോബ്ലത്തിൽ കാണാം. 10 - 10 എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, 10 - 10 എഴുതാം. ഇതെത്രയാണ് 0. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫോം തന്നെയാണ്. ഓക്കെ. ഇതുവരെ ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി കേട്ട് നോക്കുക. ഇനി അടുത്തത് -8 + 3, മൈനസും പ്ലസും വന്നാൽ എന്താ ചെയ്യേണ്ടത്, സബ്ട്രാക്ട് ചെയ്യണം. സോ 8 - 3 എത്രയാണ് 5. ഇനി ആരുടെ സൈൻ ഇട്ട് കൊടുക്കണം, വലിയ ആളുടെ സൈൻ ഇട്ട് കൊടുക്കണം. ഇതിൽ വലുത് ആരാണ്, 8 ആണോ 3 ആണോ വലുത്, 8. അപ്പോൾ 8ൻ്റെ സൈൻ എന്താണ്, നെഗറ്റീവ്. സോ നെഗറ്റീവ്, അതായത് -5 എന്ന് കിട്ടും. അടുത്തത് 16 - 36, ഇതിന് നമുക്ക് ഈ പ്ലസിനെ ആഡ് ചെയ്യേണ്ട, ഈ 16 - 36 എന്ന് എഴുതാം. സോ 16 - 36 എന്ന് പറഞ്ഞാൽ 36 - 16 ഇങ്ങനെ ആട്ടോ ചെയ്യേണ്ടത്. 0 2 3 - 1 2. സോ 20 കിട്ടും. ഇനി ഇതിൽ വലുത് ആരാണ്, 36 ആണോ വലുത് 16 ആണോ വലുത്, 36. സോ 36ൻ്റെ സൈൻ എന്താണ്, നെഗറ്റീവാണ്. കണ്ടോ, ഈ നെഗറ്റീവ് ഈ 36ൻ്റെതാണ്. സോ ആ നെഗറ്റീവ് ഇതിനിട്ട് കൊടുക്കണം. ഓക്കെ. -20 എന്ന് വരും. ഇനി 100 + 48 ആണെങ്കിലോ 148 ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത് നോക്കിയാൽ, അടുത്തത് 550 - 205.
550 മൈനസ് 205. സോ വലിയ നമ്പർ വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ സൈഡിൽ എഴുതി തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ 10 ഇല്ലാത്തത് 0 ആയതുകൊണ്ട് മൈനസ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഒന്നിനെ എടുത്തു. അപ്പോൾ 10, ഇത് 4 ആയി. സോ 10 മൈനസ് 5 5 ആണ്. 0 മൈനസ് 4 4, 2 മൈനസ് 5 അല്ലെങ്കിൽ 5 മൈനസ് 2 3 ആണ്. സോ 345 കിട്ടും. ഇനി ഇതിൽ ആരുടെ സൈനാണ് നോക്കണ്ടത്? ഇതിൽ വലിയ ആളുടെ സൈനാണ് നോക്കണ്ടത്. ഇപ്പം ഇതിൽ ആരാ വലുത്? 550 ആണോ വലുത്? 205 ആണോ വലുത്? 550. 550ൻ്റെ സൈന് പ്ലസ് ആണ്, 205ൻ്റെ സൈന് മൈനസ് ആണ്. ഈ മൈനസ് 205ൻ്റെ സൈന്. സോ പ്ലസിൻ്റെ അല്ലേ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ പ്ലസ് 345. സോ പ്ലസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, 345 തന്നെ എഴുതിയാൽ മതി. ഓക്കെ. സോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടെ കേട്ടു നോക്കുക. ഓക്കെ. ഇനി ഇത് -53 പ്ലസ് -37. ഇതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൈനസും പ്ലസും ഒന്നിച്ച് വന്നാൽ നമ്മൾ മൈനസിന് എഴുതിയാൽ മതി. സോ നമുക്ക് അങ്ങനെ ഇങ്ങനെ എഴുതാം, -53 -37 എന്ന് എഴുതാം. സോ മൈനസും ഒന്നിച്ച് വന്നാൽ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം. 53 പ്ലസ് 37 എന്നാണ് ചെയ്യേണ്ടത്. അപ്പം 7 10 ആകും. 5 + 3 8 9. സോ ഇത് എത്ര കിട്ടും? ഇതിന് എത്ര കിട്ടും? 90 കിട്ടും. 90 കിട്ടി. ഇനി 90 കിട്ടിയാൽ ചെയ്യേണ്ടത് ഈ സൈന് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. കാരണം നെഗറ്റീവിനല്ലേ നമ്മൾ ആഡ് ചെയ്തത്, അപ്പം നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. ഓക്കെ. ഇപ്പോൾ രണ്ടിൻ്റെ സൈനും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതും നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് -90 ആയിരിക്കും കിട്ടും. അങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താണ് കിട്ടാത്തത്, എവിടെ കിട്ടാത്തതെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ഇനി 25 - 32. സോ ഇതിൻ്റെത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. പ്ലസ് മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം, അതായത് സബ്ട്രാക്ട് ചെയ്യണം. 32 - 25 ചെയ്ത് നോക്കാം. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 12 ആയി. 12 - 5 എത്രയാണ്? 7 ആണ്. 0. സോ ഇവിടെ 7 കിട്ടും. 7ൻ്റെ സൈൻ എന്തായിരിക്കും? +25 ആണോ -32 ആണോ വലുത്? അതായത് 32 ആണോ വലുത്, 25 ആണോ വലുത്? 32. 32ൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ്. ഇനി 102 + 8, അതായത് 8ഉം 102ൻ്റെ സൈന് പ്ലസ് തന്നെ ആയതുകൊണ്ട് 110 എന്ന് കിട്ടും. ഓക്കെ. ഇനി -23 -47 ആണെങ്കിലോ അതെങ്ങനെയാണ് ചെയ്യുക? -23 -47 ആണെങ്കിൽ 47ഉം രണ്ടിൻ്റെതും മൈനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യണം. സോ 23. ഇപ്പം എത്ര കിട്ടും? 10 5 6 7 70 കിട്ടും. എന്നിട്ട് എന്താണ് നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? രണ്ടിൻ്റെയും കൂടി സൈൻ ഇവിടെ തന്നെ ഇട്ട് കൊടുത്തു. അതായത് രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആ സൈൻ നെഗറ്റീവ് ഇട്ട് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ എന്താ ചെയ്തത്? സബ്ട്രാക്ട് ചെയ്തിട്ട് ഏതാണോ വലുത് അതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് അല്ലാത്ത കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇനി ഞാൻ പറയാം 102 - 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര കിട്ടും? 99 കിട്ടും. ഇനി സൈൻ ഏതാ കൊടുക്കേണ്ടത്? പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് വെച്ചാൽ ആരാണ് വലുത്? ഇതല്ലേ വലുത്. അപ്പോൾ ഇതിൻ്റെ സൈന് ഇവിടെ പ്ലസ്, അങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി 44 + 33 എത്രയാണ്? 77. ഇനി ഇതന്നെ നമുക്ക് മാറ്റി ചിന്തിച്ചാലും -44, ഞാൻ 33 9. ഓക്കെ. -44 + 33 എന്ന് കൊടുത്തു. -44 + 33 എന്താ? അറിയില്ലല്ലോ. 44 - 33 എത്ര? 1 അപ്പോൾ 11 കിട്ടി. ഇനി 11ൻ്റെ സൈൻ ഏതാ? ഇതിൻ്റെതാണോ ഇതിൻ്റെതാണോ വരിക? 44, കാരണം 44 ആണ് വലുത്. സോ -44. ഇനി 44 - 33 ആണെങ്കിലോ അപ്പം നമുക്ക് 11 കിട്ടും. ഇനി ഇതിൻ്റെ സൈൻ ഏതാ കൊടുക്കേണ്ടത്? 44ൻ്റെ സൈനാണോ 33ൻ്റെ സൈനാണോ? 44ൻ്റെ സൈൻ. 44ന് എത്രയാണ്? പ്ലസ്. അപ്പോൾ +11 എന്ന് കിട്ടും. ഓക്കെ. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി -44ഉം -33 ആണെങ്കിലോ രണ്ടും കൂടെ ആഡ് ചെയ്യണം. രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 77 കിട്ടി. എന്നിട്ട് മൈനസ് സൈൻ അങ്ങ് വെറുതെ ഇട്ട് കൊടുക്കുക. മൈനസ് വന്നാൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് വെറുതെ മൈനസ് സൈൻ അങ്ങ് ഇട്ട് കൊടുക്കുക.
ഇനി കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കിയാലോ നമുക്ക്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കോംപ്ലിക്കേറ്റഡ് അല്ല, കുറച്ചും കൂടെ ഹൈ ആയിട്ട് തിങ്ക് ചെയ്താലോ. -3 + 2 -4 + 6 ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ പ്ലസ് ഉള്ളതും മൈനസ് ഉള്ളതും ഒക്കെ ആഡ് ചെയ്യുക. അതായത് 2 ഇതിനെയും ആഡ് ചെയ്യുക. ഇത് എത്രയായി? 8 കിട്ടും. ഇതും ആഡ് ചെയ്ത് ഇത് ആഡ് ചെയ്യല്ലേ വേണ്ടത്. അപ്പം -7 ഇതിൻ്റെ സൈന് മൈനസ് ഇടുക. ഇനി എന്നിട്ട് ഇതിനെന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. പ്ലസ്സും മൈനസും വന്നതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് ആരാണ് വലുത് അതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ആരാ വലുത്? 8 അല്ലേ, അപ്പോൾ 8ൻ്റെ സൈൻ 1 +. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ നമുക്ക് നോക്കാം. -3 + 20 -50 + 8 ഇങ്ങനെ വന്നാൽ നേരത്തെ എന്താ ചെയ്ത് നമ്മൾ ആദ്യം പ്ലസ് ഉള്ളതിനൊക്കെ ആഡ് ചെയ്യും, മൈനസ് രണ്ടും സെയിം സൈൻ ഉള്ളതിനൊക്കെ ആഡ് ചെയ്യുക. സോ മൈനസും കൂടിയാൽ -53 ആകും, പ്ലസും കൂടിയാൽ +28 ആകും. ഇതിനെ രണ്ടിനെയും കൂടിയും എന്താ ചെയ്യേണ്ടത്? മൈനസ് സൈനും പ്ലസും വന്നാൽ മൈനസ് ചെയ്യണം. സോ 53 - 28 എത്രയാണെന്ന് നോക്കിയേ. 53 - 28 13 - 8 എത്ര? 9 10 11 12 13. അപ്പോൾ 5 വരും. ഇനി 4 - 25, അപ്പോൾ ഇവിടെ 25 എന്ന് വരും. ഇനി ആരുടെ സൈനാണ് ഇടേണ്ടത്? വലിയതിൻ്റെ സൈൻ. വലിയതാരാ? -53 ആണ്. -53ൻ്റെ സൈൻ -25 എന്ന് കൊടുക്കുക. സോ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഒരു സാധനം കൂടി ചെയ്ത് നോക്കാം. അതായത് -4 -8 -2 -10 മൈനസ് ആട്ടോ, -10 എത്ര? ഒക്കെ എന്താ എല്ലാത്തിൻ്റെയും സൈന് മൈനസ് ആയതുകൊണ്ട് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, 4 + 8 എത്ര? 12 12 + 2 എത്രയാ? 14 14 + 10 എത്രയാ? 24. എന്നിട്ട് മൈനസിൻ്റെ സൈൻ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇതാണ് ഇതിൽ ആകെ അറിയേണ്ട സാധനം. ഓക്കെ, സോ നേരത്തെ എന്താ പറഞ്ഞത്? -2 + -2 + 1 -3 + 6 ഇങ്ങനെയൊക്കെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഒരേ സൈനുള്ളവരെ ആദ്യം ആഡ് ചെയ്യുക. അതായത് 6 + 1 7 ആണ്. അതിൻ്റെ സൈൻ അവിടെ ഇട്ട് കൊടുക്കുക. ഒരേ സൈനുള്ള ആളെ പിന്നെ ആഡ് ചെയ്യുക. അതായത് -2 -3നെയും ആഡ് ചെയ്യുക. അതായത് 5 കിട്ടും. എന്നിട്ട് അതിൻ്റെ സൈന് മൈനസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ മൈനസും പ്ലസും വന്നാൽ മൈനസ് ചെയ്യണം. അപ്പോൾ 2 കിട്ടും. ആരാണോ വലുത് അവരുടെ സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ് ബേസിക് മാത്സിൽ സൈൻ വരുമ്പോൾ, അതായത് അഡിഷനും സബ്ട്രാക്ഷനിലും സൈൻ വരുമ്പോൾ ചെയ്യേണ്ട ആകെയുള്ള കാര്യം. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ചെയ്യുക, ഒന്നും കൂടി വീഡിയോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നും കൂടിയും ഒന്നുകൂടി കണ്ടു നോക്കുക. നിങ്ങൾക്ക് സ്ലോ ആക്കി കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും മനസ്സിലാവുന്നതായിരിക്കും. സോ ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.